ബഷീർ ദിനമായി നാം ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂലൈ 5-ന്. ബഷീർ ജനിച്ചത് എന്നാണ്? ഉത്തരം 1908 ജനുവരി 21-ന്. ബഷീറിൻ്റെ മാതാപിതാക്കൾ ആരൊക്കെ? ഉത്തരം കായ് അബ്ദുൾ റഹ്മാനോ കുഞ്ഞാത്തുമ്മയും. ബഷീർ വിവാഹിതനായത് എപ്പോഴാണ്? ഉത്തരം 1958 ഡിസംബർ 18-ന്. എത്രാമത്തെ വയസ്സിലാണ് ബഷീർ വിവാഹിതനായത്? ഉത്തരം 50-ാമത്തെ വയസ്സിൽ. ബഷീറിൻ്റെ ഭാര്യയുടെ പേര് എന്താണ്? ഉത്തരം ഫാബി ബഷീർ അഥവാ ഫാത്തിമ ബീബി. ബഷീറിൻ്റെ മക്കൾ ആരൊക്കെ? ഉത്തരം അനീസ്, ഷാഹിന. ബഷീർ അന്തരിച്ചത് എന്നാണ്? ഉത്തരം 1994 ജൂലൈ 5-ന്. ബഷീറിൻ്റെ ഭാര്യയായ ഫാബി ബഷീർ അന്തരിച്ചത് എന്നാണ്? ഉത്തരം 2015 ജൂലൈ 15-ന്. ബഷീർ ഫാബിയെ സ്നേഹത്തോടെ എന്താണ് വിളിച്ചിരുന്നത്? ഉത്തരം എടിയെ എന്ന്. ഫാബി ബഷീറിനെ സ്നേഹം കൊണ്ട് വിളിച്ചിരുന്ന പേര് എന്താണ്? ടാറ്റ എന്ന്. ബഷീർ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ട്? ഉത്തരം 86 വയസ്സ്. ഫാബി ബഷീർ മരിക്കുമ്പോൾ എത്ര വയസ്സായിരുന്നു? ഉത്തരം 77 വയസ്സ്. ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട് ജില്ലയിൽ. ഒന്നും ഒന്നും ചേർന്നാൽ എത്ര എന്നാണ് ബഷീറിൻ്റെ കഥാപാത്രം ഉത്തരം നൽകിയത്? ഇമ്മിണി ബല്യ 1. ബഷീറിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ്? ഓർമ്മയുടെ അറകൾ. ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ്? ഉത്തരം സോജ രാജകുമാരി. ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയെ തൂക്കിക്കൊന്നതിനാലാണ് കോഴിക്കോട് ജയിലിൽ ബഷീർ 3 ദിവസം നിരാഹാര സത്യാഗ്രഹം ഇരുന്നത്? ഭഗത് സിംഗിനെ. ഈ പുസ്തകം തിന്നാൽ ഇയാൾ ധൈര്യപ്പെടുമോ? ബഷീർ പാത്തുമ്മയുടെ ആടിൽ പറയുന്ന ഈ പുസ്തകം ഏതാണ്? ശബ്ദങ്ങൾ ബാല്യകാലസഖി. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിൻ്റെ വിഖ്യാതമായ 3 കൃതികൾ നോവൽ ത്രയം എന്നറിയപ്പെടുന്നു. ഏതൊക്കെയാണ് ആ നോവലുകൾ? ഉപ്പൂപ്പാക്കൊരാണ് ഉണ്ടായിരുന്നു, പാത്തുമ്മയുടെ ആട്, ബാല്യകാലസഖി.
ബഷീർ ചെയ്ത ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഗ്രന്ഥം? ചെവിയോർക്കുക അന്തിമ കാഹളം. ബഷീർ മലയാളത്തിലെ സർഗവിസ്മയം. ഒരു ഇന്ത്യൻ ഭാഷയിൽ ഒരു വിദേശി ഒരു ഇന്ത്യൻ എഴുത്തുകാരനെ കുറിച്ച് രചിച്ച ആദ്യ പുസ്തകം. ആരാണ് ഈ പുസ്തകത്തിൻ്റെ രചയിതാവ്? റൊണാൾഡ് ഇ ആഷർ. ബ്രിട്ടീഷ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ബഷീർ ലേഖനങ്ങൾ എഴുതിയിരുന്നത് ഏത് തൂലികാനാമത്തിലായിരുന്നു? പ്രഭ. ബഷീർ ആദ്യമായി ജയിൽവാസം അനുഭവിക്കാൻ കാരണമായ സംഭവം ഏതാണ്? 1930 കോഴിക്കോട് നടന്ന ഉപ്പ് സത്യാഗ്രഹം. എം.എൻ. കാരശ്ശേരി എഴുതിയ ബഷീർ പാട്ടുകാവ്യത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം ബഷീർ മാല. ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏതാണ്? ഉത്തരം പ്രേമലേഖനം. ചോദ്യോത്തര രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ബഷീറിൻ്റെ കൃതി ഏതാണ്? ഉത്തരം നീരും നുണയും. കാടായിത്തീർന്ന ഒറ്റമരത്തിൻ്റെ ആത്മകഥ എന്ന് ബഷീർ സാഹിത്യത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? പ്രൊഫസർ എം.എൻ. വിജയൻ. ബഷീർ ഏകാന്തവീതിയിലെ അവധൂതൻ എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് ആരാണ്? പ്രൊഫസർ എം.കെ. സാനു. ബഷീറിൻ്റെ ആദ്യ കഥ പ്രസിദ്ധീകരിച്ചത് ജയകേസരി എന്ന പത്രത്തിലായിരുന്നു. ഏതായിരുന്നു ആ കഥ? ഉത്തരം തങ്കം. ബഷീറിൻ്റെ ഐരാവതങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ എഡിറ്റർ ആരാണ്? ഉത്തരം ഇ.എം. അഷറഫ്. ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം കടുവാക്കുഴി. തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ എഴുതിയ കുടുംബകഥ ഏതാണ്? പാത്തുമ്മയുടെ ആട്. നാരായണി എന്ന കഥാപാത്രം ഉള്ളത് ബഷീറിൻ്റെ ഏത് നോവലിലാണ്? ഉത്തരം മതിലുകൾ. ബഷീറിൻ്റെ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏതാണ്? ഉത്തരം പ്രേമലേഖനം. ബഷീറിൻ്റെ ചിത്രം പതിച്ച 5 രൂപ സ്റ്റാമ്പും 2 രൂപയുടെ പ്രഥമ ദിന കവറും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് എന്നാണ്? 2009 ജനുവരി 21. ബഷീറിന് പ്രിയപ്പെട്ട ആ മരം ഏതാണ്? ഉത്തരം മാംഗോസ്റ്റിൻ. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? ഉത്തരം പത്മശ്രീ പുരസ്കാരം. എൻ്റെ ഉപ്പൂപ്പാക്കൊരാണ് ഉണ്ടായിരുന്നു എന്ന നോവലിൽ ബഷീർ അവതരിപ്പിക്കുന്ന പുരോഗമന ചിന്താഗതിക്കാരനായ യുവാവ് ആരാണ്? നിസാർ അഹമ്മദ്. ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന നോവലിലെ നായികാ നായകന്മാർ ആരാണ്? ഉത്തരം കേശവൻ നായരും സാറാമ്മയും. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി ഏതാണ്? ഉത്തരം ഭൂമിയുടെ അവകാശികൾ.
ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത്? ഉത്തരം പ്രേം പാറ്റ. പ്രഭ എന്ന തൂലികാനാമത്തിൽ ബഷീർ ഏത് പത്രത്തിലാണ് ലേഖനങ്ങൾ എഴുതിയിരുന്നത്? ഉജ്ജീവനം. സർപ്പയജ്ഞം എന്ന ബഷീർ കൃതി ഏതു സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം ബാലസാഹിത്യം. സാഹിത്യരംഗത്ത് ഏറെ വിമർശനങ്ങളുണ്ടാക്കിയ ബഷീർ കൃതി ഏതാണ്? ഉത്തരം ശബ്ദങ്ങൾ. പ്രശസ്ത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അത്യപൂർവമായ ജീവിത സന്ദർഭങ്ങളും നിമിഷങ്ങളും തൻ്റെ ക്യാമറയിലൂടെ പകർത്തിയ പ്രമുഖ ഫോട്ടോഗ്രാഫർ ആരാണ്? ഉത്തരം പുനലൂർ രാജൻ. മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. 1990. മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ഒരു ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരം ഏതാണ്? ഉത്തരം മതിലുകൾ. ഭാർഗവി നിലയം എന്ന സിനിമ ബഷീറിൻ്റെ ഏത് കഥയെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയതാണ്? ഉത്തരം നീല വെളിച്ചം. ബഷീറിനെ രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച വർഷം എപ്പോഴാണ്? ഉത്തരം 1982. ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു, ഇങ്ങനെ പറഞ്ഞ നിരൂപകൻ ആരാണ്? ഉത്തരം MN വിജയൻ. ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത് ആരാണ്? MA റഹ്മാൻ. തൻ്റെ ഒരു സഹപ്രവർത്തകനെ കുറിച്ച് ബഷീർ രചിച്ച ഗ്രന്ഥം ഏതാണ്? ഉത്തരം MP പോൾ. 1991. MK സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ഏകാന്ത വീതിയിലെ അവധൂതൻ. ബഷീറിൻ്റെ സൂഫിസ്റ്റിക് കാഴ്ചപ്പാടുകളുടെ അന്തർധാര എന്ന് വിശേഷിപ്പിക്കുന്ന ചെറുകഥ ഏത്? ഉത്തരം അനർഘ നിമിഷം. എട്ടുകാലി മമ്മുഞ്ഞ് എന്ന കഥാപാത്രം ബഷീറിൻ്റെ ഏത് കൃതിയിലേതാണ്? ആനവാരിയും പൊൻകുരിശും. ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാളിൻ്റെ പേര് എന്താണ്? പഴയ പേര് സർക്കിൾ ബുക്ക് സ്റ്റാൾ, ഇപ്പോഴത്തെ പേര് ബഷീർസ് ബുക്ക് സ്റ്റാൾ എന്നതാണ്. ഇതിലാണ് ബഷീറിൻ്റെ കലാപാടവം ഞാൻ തെളിഞ്ഞു കാണുന്നത് എന്ന് P. കേശവദേവ് അഭിപ്രായപ്പെട്ടത് ബഷീറിൻ്റെ ഏത് നോവലിനെ കുറിച്ചാണ്? ഉത്തരം ജീവിത നിഴൽപ്പാടുകൾ. ബഷീറിൻ്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം പെരുമ്പടവം ശ്രീധരൻ. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേയുടെ ക്വസ്റ്റ്യൻ ഇതാണ്: കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആരെന്നാണ്? ഉത്തരങ്ങൾ മക്കൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കൂട്ടുകാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.